ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ വർഷങ്ങൾക്ക് മുൻപേ തന്നെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി. ഗുരുവായൂരിൽ നടന്നുവന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലിന്റെയും പങ്കാളിത്തത്തിന്റെയും ഭാഗമായാണ് കേരളം ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നാം നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഈ വരുന്ന നവംബർ 1 കൂടി കേരളത്തെ ദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും രാജ്യത്തിനാകെ മാതൃകയാകാൻ പറ്റുന്ന ഒന്നായാണ് മാറാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ആ നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ രംഗം, സംരംഭകത്വ വികസനം, ഇവയിലെല്ലാം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. നാം കേരള സംസ്ഥാനം ഈ വരുന്ന നവംബർ 1 അതിദരിദ്ര കുടുംബമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റണം എന്നാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ മുതൽ നാം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അത് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ദുരനുഭവം ഉണ്ടാകരുത്. നമ്മുടെ നാടിന്റെ ശുചിത്വം കൃത്യമായി പരിപാലിക്കണമെന്നും നാം ഉറപ്പുവരുത്തണം. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം മാറി വന്നിരിക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും നല്ല ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ശോഭനമായ നവകേരള സൃഷ്ടിയാണ് നാം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗുരുവായൂർ MLA NK അക്ബർ, കൊച്ചി മേയർ അനിൽകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗജീവൻ, ക്ലീൻ കേരള കമ്പനി MDG K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം തുടർക്കർമ്മ പരിപാടി എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തൽ എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവുവും വിഷയാവതരണം നടത്തി. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ.